കൈവിട്ടിപ്പോൾ നമ്മൾ പരിധി നടക്കും. കായൽ നമ്മൾ തപ്പിയല്ലേ, വെള്ളത്തിൽ പരസ്പരം തപ്പിയാണ് ഓരോരുത്തരും. അങ്ങനെ തപ്പിയപ്പോഴാണ് എൻ്റെ കുറേ മുടിയാണ് കിട്ടുന്നത്. ആ മുടി ഇങ്ങനെ പൊക്കി നോക്കി മുടിയെ പിടിച്ച് പൊക്കിയപ്പോഴാണ് പ്രിയപ്പെട്ടവർ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സി.പി. ഷാജിയാണ്. കർക്കിടകത്തിൻ്റെ കറുത്തിരണ്ട് രാവിൽ 2002 ജൂലൈ 27 തീയതി മുഹമ്മ ബോട്ടിംഗ് ജെട്ടിയിൽ നിന്നും കുമരകത്തേക്ക് പോയ ജലഗതാഗത വകുപ്പിൻ്റെ ആ ബോട്ടിൽ വേമ്പനാട് കായലിൽ മുങ്ങിത്താഴ്ന്നു മരിച്ച ഒരു പിഞ്ചു കുഞ്ഞുൾപ്പെടെയുള്ള 29 പേരുടെ ജീവൻ കടന്നുപോയിട്ട് ഈ ജൂലൈ 27-ന് 23 വർഷം തികയാണ്. ആ പ്രിയപ്പെട്ടവരുടെ സ്മരണകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലി ചടങ്ങുകൾ ഒരുക്കുന്ന അരങ്ങ് ഈ വർഷവും കൃത്യമായും ആ ചടങ്ങുകൾ ഒരുക്കുമ്പോൾ ആ ബോട്ടപകടത്തിൽ വേമ്പനാട് കായലിൽ മുങ്ങിത്താഴ്ന്നു പോയ കേരളത്തിലെ SM കോളേജിലെ ഒരു മിടുക്കിയായ വിദ്യാർത്ഥി ഷൈനി, ആ ഷൈനിയുടെ സ്മരണകളുമായി ഷൈനിയുടെ അച്ഛൻ സുകുമാരൻ ചേട്ടൻ്റെ ഒരു അനുഭവം ചേർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത്. കൈവിട്ടിപ്പോൾ നമ്മൾ പരിധി നടക്കും. കായൽ നമ്മൾ തപ്പിയല്ലേ, വെള്ളത്തിൽ പരസ്പരം തപ്പിയാണ് ഓരോരുത്തരും. അങ്ങനെ തപ്പിയപ്പോഴാണ് എൻ്റെ കുറേ മുടിയാണ് കിട്ടുന്നത്. ആ മുടി ഇങ്ങനെ പൊക്കി നോക്കി മുടിയെ പിടിച്ച് പൊക്കിയപ്പോഴാണ് ഞാൻ പിന്നെ ഷൈനിയുടെ അച്ഛൻ സുകുമാരൻ. ഞങ്ങളുടെ താമസം മുഹമ്മദ് ജംഗ്ഷൻ്റെ കിഴക്കുവശമാണ്. 14 വർഷം മുമ്പ് ഭാര്യ മരിച്ചുപോയി. മകൻ ഉണ്ട്. ഞങ്ങൾ മോനെ കൊണ്ട് കോട്ടയം ജില്ല പത്തനാട് 2 മാസത്തെ ടെസ്റ്റിന് പോയതായിരുന്നു, PSCയുടെ പരീക്ഷയ്ക്ക് പോയതായിരുന്നു. അങ്ങനെ പോയാണ്. ബോട്ടിൽ അമിതമായ യാത്രക്കാരുണ്ടായിരുന്നു. പഴയ ബോട്ടായിരുന്നു. ബോട്ടിൻ്റെ പല അടിത്തട്ട് പല പൊട്ടി വെള്ളം കയറിയ സംഭവം അപകടം ഉണ്ടാകുന്നത്. അങ്ങനെ മോൾക്കൊന്ന് 22 വയസ്സ് SM കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്. NSSൻ്റെ വാളൻസ് ക്യാപ്റ്റനായിരുന്നു പുള്ളി, സെക്രട്ടറി. ആ നിലയ്ക്ക് എല്ലാ ആൾക്കാരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ PSCയുടെ ടെസ്റ്റിന് കോട്ടയം ജില്ലയായ പത്തനാട് ഞങ്ങൾ പോയ വഴിക്കാണ് ഇങ്ങനെ ഈ ദുരന്തം സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് വിശദീകരിക്കുന്നപ്പോൾ നമ്മുടെ മനസ്സിപ്പോൾ അത് പറയുമ്പോൾ ഇടറിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ കഴിയുന്നത്. 5:30 ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. വീടിൻ്റെ നേരെ കിഴക്ക് വെച്ചാണ് ജെട്ടി. 5:45 പോകേണ്ട ബോട്ടാണ്. ചെന്നപ്പം ജെട്ടി നിറച്ച ആൾ, ബോട്ട് നിറച്ച ആൾ. അപ്പോൾ ഭയങ്കര ഒരു ഇതായി. പക്ഷേ എങ്ങനെയെങ്കിലും അക്കരെ പറ്റണമെന്നുള്ള ചിന്തയിലാണ് ഞാനും മൂന്ന് ബോട്ടിൽ കയറിയത്. ഒരു അരമണിക്കൂർ, ഒരു 25 മിനിറ്റ് ഓടിക്കാണ്. അപ്പോഴാണ് കുമരകത്തുനിന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ പടിഞ്ഞാറ് വശം വെച്ച് ഈ ബോട്ടിൽ അപകടം ഉണ്ടാകുന്നത്. അന്ന് ഈ പിന്നെ തണ്ണീർക്കം വഴി പോകാനുള്ള സാധ്യതകളൊന്നും ഇന്നും വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ബോട്ടിന് പോകാൻ തീരുമാനിച്ചത്. പിന്നെ ബോട്ടിൻ്റെ അടിപ്പലക പൊട്ടി. എപ്പോഴും ഈ വെള്ളം കയറി കാലിൻ്റെ ഭാഗത്ത് വീട്ടിൽ വെള്ളം കയറി എന്നുള്ളത് മനസ്സിലാകുന്നത്. ആ നിമിഷം കൊണ്ട് ഇതെല്ലാം സംഭവിച്ചു. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും മുറിയൊക്കെ ചെയ്ത് ഒറ്റയ്ക്കുള്ള ആൾക്കാർ പിള്ളേർ ബോട്ട് മുകളിൽ ചാടി കയറി. അങ്ങനെ ബോട്ട് മറിയുന്നത്. നേരെ മറിച്ച് ബോട്ട് നേരെ കിഴിപ്പോട്ടിരിക്കുകയാണെങ്കിൽ ഇത്തിരി പടം ഉണ്ടാകില്ലായിരുന്നു. ബോട്ട് മറിഞ്ഞു വന്നപ്പോൾ അടുത്തുള്ള ആൾക്കാർ നഷ്ടപ്പെട്ടത്. സീറ്റിൻ്റെ അടിയിലും ഇഞ്ചൻ അടുത്തൊക്കെ ആയിപ്പോയി ആൾക്കാർ. എൻ്റെ മോളിൻ്റെ പറ്റ നീക്കിയത് കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ പിടിവിട്ടുപോയി കയ്യിൽ നിന്ന്. പക്ഷേ ആ സമയത്ത് ഞാൻ എങ്ങനെയോ ബോട്ടിൻ്റെ പുറത്ത് ഇറങ്ങിപ്പോയി. അപ്പം ചാടി തള്ളി ഇടിയാണ് ആൾക്കാർ. ഓരോരുത്തരും പുറത്തിറങ്ങാനുള്ള വേഗത അകത്ത് നിൽക്കുന്ന തള്ളി പുറത്തു വിടണം. ഞങ്ങൾ ബോട്ടിൻ്റെ സൈഡിലാണ് നിന്നത്. ബോട്ടിൽ കയറി പിന്നെ ഞാൻ താന്നു പോയായിരുന്നു. എങ്ങനെയോ പിന്നെ പൊങ്ങി മുമ്പോട്ട് കാറും പൂവും ബഹളവും മക്കളെ പിടിച്ചിട്ട് പിന്നെ ഒരു പിടിയും നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ള അവിടെ നടക്കുന്നത്. പിന്നെ ബോട്ടിൽ നിന്ന് പുറത്തോട്ട് ചാടി നമ്മൾ പോകുന്ന ആൾക്കാരെ അകത്തുനിന്ന് തള്ളി പിടിയാണ് പുറത്തോട്ട്. ഒന്ന് മുങ്ങിപ്പോൾ ഒരു പടം കിട്ടി. പടത്തെ പിടിച്ചുകൊണ്ട് ഞാൻ തപ്പി വന്നപ്പോൾ മുടി കൈ കിട്ടും. കുറച്ച് മുടിയാണ് കൈ കിട്ടുന്നത്. അതിങ്ങനെ പൊക്കി നോക്കിയപ്പോൾ മകളായിരുന്നത്. അങ്ങനെ മകളെ എൻ്റെ കിട്ടും. എൻ്റെ തന്നെ മകളെ കിട്ടിയത്. രക്ഷാപ്രവർത്തകർ വന്ന് ഒരു സ്പെഷ്യൽ ബോട്ടാണ് അന്നേരം അവിടെ വന്നത്. വേറെ 2-3 തള്ളച്ചിമാരെ കിട്ടിയായിരുന്നു, അമ്മമാരെ കിട്ടിയായിരുന്നു. പിന്നെ ഉടനെ തന്നെ കുമരത്തേക്ക് കൊണ്ടുപോയായിരുന്നു. കുമരത്തിൽ നിന്ന് പിന്നെ അവിടുന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോയാണ് ആശുപത്രി എത്തുന്നത്. പൊങ്ങി വന്നപ്പോൾ തന്നെ ഈ ആൾക്കാർ കായൊക്കെ ഉണ്ട്. കാറും പൂവും ബഹളവും കൈയിട്ടടിക്കുകയൊക്കെയാണ്, കൈയും കെട്ടടിക്കുകയാണ്. പരസ്പരം വിളിക്കുകയും പറയുകയെന്ന് കരയുക. എൻ്റെ കുഞ്ഞിനെ കണ്ടില്ലേ, എൻ്റെ അമ്മയെ കണ്ടില്ലേ, എൻ്റെ ഭാര്യയെ കണ്ടില്ലേ എന്നും പറഞ്ഞ് ഭയങ്കര വിളിയാണ് കിടന്നത്. അങ്ങനെ പിടിച്ച് നമ്മളെല്ലാവരും ഒരു കാറും പൂവും ബഹളമായിരുന്നു.
അങ്ങനെ നമ്മൾ മുങ്ങി തപ്പിയപ്പോഴാണ് മോളെ എൻ്റെ കിട്ടുന്നത്. അത് ഭയങ്കര കാഴ്ച, നമുക്കത് പറഞ്ഞാൽ പോലെ അത് പറഞ്ഞറിയിക്കാൻ നോക്കിയത്. അതാണ് അതിനെ നേരെ നമ്മുടെ മുഖമാണ് ആദ്യം ഞാൻ കാണുന്നത്. കോളേജിൽ 19, 20, 21 വർഷങ്ങളാണ് പഠിച്ചത്. ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. ഫിലോസഫി ആയിരുന്നു വിഷയം. അങ്ങനെ ലാസർ ഷൈൻ എന്നും മണവേലിക്കാരൻ സബീഷ് എന്നും പറഞ്ഞ 2 വിദ്യാർത്ഥികൾ NSS ക്യാമ്പിലുണ്ടായിരുന്നു. അവരൊക്കെ നല്ല സുഹൃത്തത്തിലാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത്. അവർ കഴിഞ്ഞ നാൾ വരെ എൻ്റെ വീട്ടിൽ വരികയും ക്ഷേമത്തെ അന്വേഷിക്കാൻ തിരക്ക് ചെയ്യും. 2019, 20, 21 NSSൻ്റെ പ്രോഗ്രാം ഓഫീസറായിരുന്ന സിദ്ധാർത്ഥ് സാർ കരുനാഗപ്പള്ളിക്കാരനാണ്. അങ്ങേര് വളരെ കാര്യമായിട്ട് എന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ മകളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും നിരന്തരം നമ്മളെ വിളിക്കാൻ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു സാറായിരുന്നു സിദ്ധാർത്ഥ സാർ എന്ന് പറയും. മണ്ണഞ്ചേരി സ്കൂൾ കവലയുടെ പടിഞ്ഞാറ് വശം രജിത എന്നും രാജി എന്നും പറഞ്ഞ് 2 കൂട്ടുകാരികൾക്കുണ്ടായിരുന്നു. അവർ നമ്മുടെ വീട്ടിൽ വരികയും തിരക്കന്വേഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് കൂട്ടുകാർ ഇതിന് ശേഷം നമ്മളെ വീട്ടിൽ വരികയും നമ്മളെ സമാശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അഞ്ജലി അഞ്ജലി അരങ്ങിന്റെ ശ്രദ്ധാഞ്ജലി.